Hello friends, welcome to our channel. അപ്പോൾ നിങ്ങൾ ഓൾറെഡി തമിഴിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ആമസോണിൽ ദിവാലി സെയിൽസും ഫ്ലിപ്കാർട്ടിൽ സെയിൽസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും iPhone 13 സീരീസ് വാങ്ങിക്കാൻ പോകരുത്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയും അതിലത്തെ വൺ ഓഫ് ദ മെയിൻ റീസൺ എന്ന് പറയുന്നത് iPhone 13 സീരീസിലാണ് നമ്മുടെ ഐഫോൺസിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഡിസ്പ്ലേ ഇഷ്യൂ വന്നിരിക്കുന്നത്. അപ്പോൾ 14ലും 15ലും ഒക്കെ വരുന്നുണ്ട്. അത് വേറെ കാര്യം നിങ്ങൾക്ക് അറിയും, ഇപ്പോൾ എല്ലാ മോഡൽസുകളിലും നമ്മുടെ ഗ്രീൻ ലൈൻ ഇഷ്യൂ, ഐഫോണിലൊക്കെ നമുക്ക് ഫുൾ വൈറ്റ് സ്ക്രീന്, ഫുൾ ഗ്രീൻ സ്ക്രീൻ അങ്ങനത്തെ ഇഷ്യൂ ആണ് വരുന്നത്. ലൈൻസ് ആയിട്ടല്ല വരുന്നത്, ഫുൾ ഡിസ്പ്ലേ അടിച്ച് പോകണം വരുന്നത്. അപ്പോൾ എൻ്റെ തന്നെ iPhone 13 അങ്ങനെ ഇഷ്യൂ വന്നിട്ടാണ് ഞാൻ ആക്ച്വലി iPhone 15ലേക്ക് മാറ്റിയത്. അപ്പോൾ വാറണ്ടി കഴിഞ്ഞിട്ടാണ് അത് മിക്കതും വരിക. അപ്പോൾ വാറണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 26,000 രൂപ അത് ചെക്ക് ചെയ്യാൻ 2,500 കൊടുക്കണം. അത് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്പ്ലേ മാറ്റണമെങ്കിൽ 16,000 രൂപ തൊട്ട് 26,000 രൂപ വാരിങ് ഓൺ ഡിപ്പെൻസ് ഓൺ മോഡൽസ് അനുസരിച്ച് നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നമുക്ക് പുതിയ ഫോൺ വരെ 28 ഫോൺ അത്യാവശ്യം ആൻഡ്രോയിഡിലൊക്കെ നോക്കി കഴിഞ്ഞാൽ 26,000 രൂപയ്ക്ക് നല്ല കിടൽ ഫോൺ കിട്ടുമ്പോൾ അപ്പോൾ അത്രയും പ്രൈസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ iPhone 13 നിങ്ങൾ ഒരിക്കലും വാങ്ങിക്കേണ്ട. പ്രത്യേകിച്ച് സെക്കൻഡ്സ് അതേപോലെ നമ്മുടെ കാഷിഫൈ ഇതൊന്നും പോയിട്ട് ഒരിക്കലും വാങ്ങിക്കരുത് 13 സീരീസ് ഒന്നും. 11 പിന്നെയും വാങ്ങിക്കുക, എന്താ വെച്ചാൽ 11ൽ ഓൾറെഡി ഡിസ്പ്ലേ അല്ല, അപ്പോൾ ഡിസ്പ്ലേ അടിച്ച് പോകാനുള്ള ചാൻസ് ഭയങ്കര കുറവ് ആഫ്റ്റർ അപ്ഡേറ്റ്. പക്ഷേ 12, 13, 14, 15 ഒക്കെ കാഷിഫൈന്ന് പോയി വാങ്ങിച്ചാൽ പണി കിട്ടുന്ന വഴി അറിയില്ല. അതും ഡിസ്പ്ലേ അടിച്ച് പോകും. ഡിസ്പ്ലേ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പോരാത്തിന് വേറെ എക്സ്ട്രാ കാശ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒരിക്കലും പ്രത്യേകിച്ച് ഐഫോൺസ് സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കുന്നത് ഭയങ്കര മോശം ഒരു ഡിസിഷനാണ്. അണ്ടർ വാറണ്ടി ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഭയങ്കര മോശമായിട്ടുള്ള ഡിസിഷനാണ്, ഭയങ്കര റിസ്കി ആയിട്ടുള്ള ഡിസിഷനാണ്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് 13 സീരീസ്. അപ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി ഒരു സർവേയിൽ വന്നേക്കുന്നത് ഏറ്റവും കൂടുതൽ ഐഫോൺസ് നമ്മുടെ ഡിസ്പ്ലേ ഇഷ്യൂ ആഫ്റ്റർ അപ്ഡേറ്റ് വന്നേക്കുന്നത് iPhone 13 സീരീസിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവോയ്ഡ് ടേക്കിംഗ് iPhone 13, ബെറ്റർ ടേക്ക് iPhone 14. എന്ന് വെച്ചാൽ iPhone 13 14 ഓൾമോസ്റ്റ് വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ആമസോണിൽ അവൈലബിൾ അല്ല, ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആവുമെന്ന് പറയാൻ പറ്റില്ല. ഉണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ആ റേഞ്ചിലൊക്കെ കിട്ടാറുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ആക്ച്വലി നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ iPhone 15 50,000 രൂപയ്ക്ക് റേഞ്ചിൽ കിട്ടുന്നതാണ് ആക്ച്വലി ഇപ്പോൾ ദിവാലി സെയിൽസിലൊക്കെ അവർ നോട്ടിഫൈ ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ കറക്റ്റായിട്ട് ഇനി ഇത് ആഫ്റ്റർ കാർഡ് ഡിസ്കൗണ്ട് ആണോ സംഭവമാണെന്ന് നമുക്ക് പുറത്തു വന്നിട്ടില്ല. പക്ഷേ ആ ഡീലിൽ കിട്ടുകയാണെങ്കിലും iPhone 15 ഒരു നല്ല ഡീൽ തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ആക്ച്വലി iPhone 15 എടുത്തേക്കുന്നത് ഓൾമോസ്റ്റ് ഇതിനായിട്ടും പ്രൈസ് കുറഞ്ഞിട്ടാണ്. എന്ന് വെച്ചാൽ അത് എക്സ്ചേഞ്ച് ആണ് കേട്ടോ, അത് വേറെ കാര്യം. എക്സ്ചേഞ്ച് എൻ്റെ പഴയ ഫോൺ എക്സ്ചേഞ്ച് ചെയ്തിട്ടായിരുന്നു, 13 എക്സ്ചേഞ്ച് ചെയ്തിട്ടായിരുന്നു. എന്ന് വെച്ചാൽ ഞാനത് നമ്മുടെ ഓൺലൈനൊന്നും നല്ല എടുത്ത് ആക്ച്വലി ഒഫീഷ്യൽ സ്റ്റോറിൽ നിന്ന് എടുത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവർ ലാസ്റ്റ് കുറേ വട്ടം നമ്മൾ കംപ്ലൈൻറ്റ് സംഭവം ചെയ്തിട്ട് കുറേ വന്നപ്പോൾ അവർ ലാസ്റ്റ് അതിന് എക്സ്ചേഞ്ച് എടുക്കാമെന്ന് പറഞ്ഞു. എക്സ്ചേഞ്ച് വാല്യൂ അത്യാവശ്യം കിട്ടി. അങ്ങനെയാണ് ഞാൻ അടുത്ത് 256 GB വേരിയൻ്റാണ് ഞാൻ അടുത്ത്. പിന്നെ അടുത്ത പോയിൻ്റാണ്, എപ്പോഴും നിങ്ങൾ ഐഫോൺ എടുക്കുന്നുണ്ടെങ്കിൽ മിനിമം 256 GB വേരിയൻ്റ് എടുക്കാൻ നോക്കുക. എന്താ വെച്ചാൽ ഇപ്പോൾ 128 GB എന്ന് പറയുന്നത് ഭയങ്കര ലോ ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ അത്യാവശ്യം ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ ആ സാധനം കഴിഞ്ഞു പോകണ വഴി അറിയില്ല കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ നോർമലി കമ്പയർ ചെയ്യുമ്പോൾ ഐഫോൺസിൻ്റെ ആപ്പുകൾ നമ്മുടെ ആൻഡ്രോയിഡിൻ്റെ ആപ്പുകളായിട്ടും സൈസ് കൂടുതലാണ്. അപ്പോൾ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് സൈസ് കൂടുതൽ വേണ്ടി വരും. അപ്പോൾ എടുക്കുമ്പോൾ അത്യാവശ്യം 2-3 കൊല്ലം എന്തായാലും നിങ്ങൾ മിക്ക ആൾക്കാരും ഉപയോഗിക്കുമല്ലോ, ചിലപ്പോൾ മിനിമം 2 കൊല്ലെങ്കിലും ആൾക്കാർ ഉപയോഗിക്കുമല്ലോ. അപ്പോൾ എപ്പോഴും 256 GB വേരിയൻ്റ് എടുക്കാൻ നോക്കട്ടെ. എനിക്ക് തോന്നുന്നത് 128 GB വേരിയൻ്റാണ് ആക്ച്വലി 50,000 റേഞ്ച് അവർ വന്നേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 10,000 രൂപ കൂടുതലുണ്ടായിരിക്കും മിക്കതും 256 GB വേരിയൻ്റ്. അപ്പോൾ എപ്പോഴും അതെടുക്കാൻ നോക്കുക iPhone 15 സീരീസ്. iPhone 13 സീരീസിലേക്ക് എന്തായാലും ഇനി പോകണ്ട. മാക്സിമം ഡിസ്കൗണ്ട് അതിന് വരാൻ പോകുന്നത് എനിക്ക് തോന്നുന്നത് 40, 42, 41 ആ റേഞ്ചിലൊക്കെ ആയിരിക്കും. എക്സ്ട്രാ ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് ആമസോൺ ICICI കാർഡോ അല്ലെങ്കിൽ ICICI കാർഡൊക്കെ ഉണ്ടെങ്കിൽ ആമസോണിൽ അതിനായിട്ടും കുറഞ്ഞു കിട്ടും. പക്ഷേ പുതിയ ഡിവൈസ് വാങ്ങിക്കുന്നത് പിന്നെയും കുഴപ്പമില്ല. എന്ന് വെച്ചാൽ നമുക്ക് 1 year ഒരു ടൈം കിട്ടുന്നുണ്ട്, വാറണ്ടി പീരീഡ് കിട്ടുന്നുണ്ട്. വാറണ്ടി പീരീഡിലുള്ള സമയത്ത് ഇത് 99% ഫോണുകളും അണ്ടർ വാറണ്ടിയിൽ ഡിസ്പ്ലേ ഇഷ്യൂ വരാറില്ല. അതാണ് വേറൊരു എന്താ പറയുക ഉടായ്പ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. പുതിയ ഫോൺസ് ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഈ ഇഷ്യൂസ് കുറേയൊക്കെ മാറി കിട്ടും, അറ്റ്ലീസ്റ്റ് 1 year മാറി കിട്ടും. പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ 13 സീരീസാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് iPhone 13 സീരീസ് എടുക്കുന്നത് വെച്ചാൽ ഫോൺ പൊട്ടയിട്ടല്ല, ഫോൺ ഒന്നാമത്തെ വേറൊരു റീസൺ പറയുകയാണെങ്കിൽ അത് ഭയങ്കര ഓൾഡ് ഫോണായി ഇപ്പോൾ തന്നെ. അപ്പോൾ 2024 കഴിയാറായിപ്പോൾ ഒരു iPhone 13 സീരീസ് എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഓൾഡ് ഫോണായി അതാണ്. അപ്പോൾ പിന്നെ നമ്മുടെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം iPhone 15 സീരീസ് തൊട്ട് നമ്മുടെ ഡിസ്പ്ലേൻ്റെ എന്താ പറയുക ചേഞ്ചായി ഫുള്ള്. നമ്മുടെ എന്താ പറയുക ഈ സാധനമാണ് എന്തായാലും പറയാം, എനിക്കതിൻ്റെ പീരീഡ് ഇല്ല. ഈ സാധനം എന്താ ഡൈനാമിക് ഐലൻഡ്, ആ ഡൈനാമിക് ഐലൻഡാണ്. അപ്പോൾ നമ്മുടെ നോർമൽ പറ്റേ നോച്ച് ഭയങ്കര പഴയതായി. അപ്പോൾ 13ഉം 14ഉം എടുക്കുമ്പോൾ അത് ഓൾറെഡി പഴയതാണ്. മിക്ക ആൾക്കാരും ഐഫോൺ എടുക്കുന്നത് കാണിക്കാനാണല്ലോ, ഷോ ഓഫിനാണല്ലോ. അപ്പോൾ ഇപ്പോൾ ഷോ ഓഫൊന്നും ഇല്ല. ഇപ്പോൾ ഏറ്റവും എല്ലാ
എന്താ പറയുക ലോക്കൽസിൻ്റെ അടുത്തും എല്ലാ ആൾക്കാരുടെ അടുത്തും ഇപ്പോൾ ഐഫോൺസാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ റിച്ച് പീപ്പിൾസ് അല്ലെങ്കിൽ ഇപ്പോൾ ഇത്രയും ഷോ ഓഫ് കാണിക്കുന്ന ഒരാൾക്ക്, ഷോ ഓഫ് എന്ന് പറയാൻ പറ്റില്ല, ഒരു എന്താ പറയുക റിച്ച് പീപ്പിൾസ് ഒക്കെ എടുക്കുന്നത് ഫോൾഡ് ഫോണുകളാണ്. ഐഫോൺസ് ഒക്കെ പോയി, അതിൻ്റെ കാലം കഴിഞ്ഞു. അതിന് റീസെൽ വാല്യൂ ഇല്ല. നിങ്ങൾക്ക് ഫോൺ എടുത്തിട്ടൊന്ന് വയർലെസ് ഇട്ട് നോക്കി അറിയാം എത്ര റീസെൽ വാല്യൂ ഉണ്ടെന്ന്. അല്ലെങ്കിൽ എക്സ്ചേഞ്ച് കൊടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം. ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ എക്സ്ചേഞ്ച് വാല്യൂ നോക്കി കഴിഞ്ഞാൽ അറിയാം. അതിനായിട്ടും എക്സ്ചേഞ്ച് വാല്യൂ ഒന്നും ബാക്കിയുള്ള ആൻഡ്രോയിഡ് ഫോണുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പക്ഷേ നിങ്ങൾക്ക് ഒരു iOS തന്നെ വേണമെന്നുള്ളവർക്ക് എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾ മിക്ക ആൾക്കാരും ഈ നമ്മുടെ റീൽസും സംഭവങ്ങളൊക്കെ കണ്ടായിരിക്കുമല്ലോ, റീൽസും ഷോർട്സും യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ടായിരിക്കും കുറേ പേര് ഇതിൻ്റെ പിന്നാലെ പോകുന്നത്. അത് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, അത് കുറേ പേര് എടുക്കുന്നത് അവർ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോ യൂസിനൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഐഫോൺസ് എടുത്താൽ മതി. എന്ന് വെച്ചാൽ മെയിനായിട്ട് ഐഫോൺസിൻ്റെ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് വീഡിയോ എടുക്കാനാണ്. അത് മാത്രമേ ശരിക്കും ആക്ച്വലി നിങ്ങൾക്ക് ഉള്ളൂ. ഫോട്ടോസൊക്കെ 13 ഭയങ്കര ഷോക്കാണ്. ഫോട്ടോസൊക്കെ പ്രത്യേകിച്ച് സെൽഫി ക്യാമറ ഒക്കെ ഭയങ്കര ഷോക്കാണ്. ആഫ്റ്റർ അപ്ഡേറ്റ് മാത്രം കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഭയങ്കര ഷോക്കാണ്. അപ്പോൾ ഫോട്ടോസ് എടുക്കാനൊന്നും ഐഫോൺ 13 സീരീസ് എടുക്കണ്ടാട്ടാ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മിനിമം 15 സീരീസെങ്കിലും എടുക്കാൻ പോവുക. എന്ന് വെച്ചാൽ അതിൽ സെൻസറും വരുന്നുണ്ട്, 48 മെഗാ പിക്സൽ സെൻസർ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 15 സീരീസ് എടുക്കാം. അല്ലെങ്കിൽ 16 എടുക്കാം. 16 പക്ഷേ അപ്പോൾ ഭയങ്കര ഓവർ പ്രൈസ്ഡാണ്. 75,000 രൂപയ്ക്ക് 16 എന്ന് പറയുമ്പോൾ 10 പൈസയുടെ വാല്യൂ ഇല്ല. എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 15 സീരീസ് ആയിട്ട് എന്താ പറയുക, സംഭവം പ്രൊസസ്സറൊക്കെ മാറിയിട്ടുണ്ടെങ്കിലും വലിയ നമുക്ക് പ്രാക്ടിക്കൽ ഡിഫറൻസ് ഒന്നും അറിയില്ല. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് തീരെ വാല്യൂ ഫോർ മണി അല്ല. 75,000 രൂപയ്ക്ക് ഐഫോൺ 16 എടുക്കാന്ന് പറഞ്ഞാൽ തീരെ വാല്യൂ ഫോർ മണി അല്ല. പക്ഷേ ഈ ഫ്ലിപ്കാർട്ട് സെയിൽസിൽ ഐഫോൺ 15 പ്രോനൊക്കെ അത്യാവശ്യം നല്ല കോമ്പറ്റേറ്റീവ് പ്രൈസ് വരും കേട്ടോ. നമ്മുടെ റീസെൻ്റ്ലി വന്ന സെയിൽസിൻ്റെ പോലെ തന്നെ കോമ്പറ്റേറ്റീവ് പ്രൈസ് വരും. അത്രയും ബഡ്ജറ്റിലുള്ളവർക്ക് കുഴപ്പമില്ല. ഒരു 80 to 90 റേഞ്ചിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്രയും ബഡ്ജറ്റ് നിങ്ങൾക്ക് നോക്കുന്നുണ്ടെങ്കിൽ 15 പ്രോ എടുക്കായിരിക്കും നല്ലത്. പിന്നെ പോരാത്തിന് 15 സീരീസ് പ്രോ ആയതുകൊണ്ട് തന്നെ അതിൽ ആപ്പിൾ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അപ്ഡേറ്റും വരും ചെയ്യും. വലിയ കാര്യമൊന്നുമില്ല, എന്നാലും വരും, അത്രേ ഉള്ളൂ. അപ്പോൾ അതൊന്നും പറയാനൊന്നും ആക്ച്വലി നമ്മൾ വീഡിയോ എടുത്തത്. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് മാത്രമേ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ചെയ്യാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളിലൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നുണ്ടാ. ഞാൻ ആക്ച്വലി ആപ്പിൾ നമ്മുടെ ഐഫോൺ അപ്ഡേറ്റിനിട്ടൊക്കെയായിരുന്നു. ആക്ച്വലി പബ്ലിക് ബീറ്റ അപ്ഡേറ്റ് ആണ് കേട്ടോ. എന്ന് വെച്ചാൽ നിറച്ച് ബഗ്ഗാണ്. 18 ഇറങ്ങിയതിന് ശേഷം നിറച്ച് ബഗ്ഗാണ്. അപ്പോൾ അതിന് ശേഷം ഞാൻ ആക്ച്വലി ബീറ്റ പ്രോഗ്രാമിൽ ചെയ്തു. അപ്പോൾ അതിന് ശേഷമാണ് നമുക്ക് 18.1 അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പിന്നെയും കുഴപ്പമില്ല, നമുക്ക് അതിൽ കോൾ റെക്കോർഡിംഗ് ഫീച്ചറൊക്കെ വന്നിട്ടുണ്ട്. കുറച്ചും കൂടി സ്റ്റേബിൾ 18 സ്റ്റേബിളിനായിട്ടും കുറച്ചുകൂടി ബഗ്സ് കുറവാണ്. അതിപ്പോൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് 7 GB ഉണ്ടായിരുന്നു ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ. അപ്പോൾ അത് കഴിയട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത കാണാം.